അമ്മയുടെ മുട്ടുകാരല്ലേ മാറിട്ടോ അപ്പൊക്കെ എന്തേലും ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരും ഉണ്ടാവൂല. ഞങ്ങൾക്ക് ആകെ അത്താനെ അറിയണം നിന്റെ മാപ്പിളല്ലേ. എല്ലാവരും സഹായിക്കണം ഞങ്ങളെ. എന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കും. ദയവ് ചെയ്ത് ഒരാളും തന്നെ ഈ കാഴ്ച കണ്ട് തട്ടിമാറ്റരുത് പ്രിയമുള്ളവരെ. വല്ലാത്തൊരവസ്ഥയോടുകൂടി തന്റെ പിഞ്ചു മക്കളോടൊപ്പം ജീവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി കാരുണ്യ ലോകത്തിന്റെ മുന്നിലേക്ക് കൈനീട്ടേണ്ടി വന്ന വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥ. ഇതാരും തന്നെ തട്ടിമാറ്റിക്കളയരുത്. എന്റെ കുട്ടി കുറെ അടങ്ങാറാവുന്നുണ്ട്. കുട്ടിക്ക് എല്ലാരും സഹായിക്കണം, എല്ലാരും സഹായിക്കണം. എൻ്റെ മക്കളോടൊപ്പം ജീവിക്കാൻ വേണ്ടി എല്ലാവരും എന്നെ സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജാൻ നിലമ്പൂരാണ്. എങ്ങനെയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മുന്നിൽ ഈ സങ്കടം അവതരിപ്പിക്കേണ്ടത് എന്നറിയാത്ത വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിലാണ് ഞാനുള്ളത്. എന്റെ നാട്ടുകാരനായ മലപ്പുറം ജില്ലയിലെ എടക്കര പള്ളിപ്പടി എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഷാനിഷ് എന്ന് പറയുന്ന കേവലം 37 വയസ്സുകാരനായ 2 പിഞ്ച് മക്കളുടെ പിതാവിന്റെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തരുന്നത്. 2 വൃക്കകളും നഷ്ടപ്പെട്ട് ഇന്ന് ചികിത്സിക്കാൻ ആവശ്യമായ 35 ലക്ഷം രൂപയ്ക്ക് മുന്നിൽ പതച്ചു നിൽക്കുന്ന ഈ കുടുംബത്തിന്റെ സങ്കടകരമായ ഒരവസ്ഥ ഇത് കാണുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസികളടക്കമുള്ള നന്മയാർന്ന ലോകത്തെ ഒരാളും തന്നെ കൈതട്ടി മാറ്റരുത്. വല്ലാത്തൊരു പ്രതീക്ഷയോടുകൂടിയാണ് ആ പ്രിയപ്പെട്ട സഹോദരി തന്റെ ഭർത്താവിന്റെ ജീവന് വേണ്ടി ഒട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ മുന്നിലേക്ക് സഹായം അഭ്യർത്ഥിക്കുന്നത്. വല്ലാത്ത പ്രതീക്ഷയോടുകൂടി ഒരു ഉമ്മ തന്റെ മകൻ ഈ ജീവിതത്തിലേക്കാണോ മരണത്തിലേക്കാണോ എന്നറിയാതെ ഇത്രയും വലിയ പണത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ കാരുണ്യ ലോകത്തിന്റെ മുന്നിലേക്ക് കൈകൂപ്പുന്നത്. ഈ കൈ ആരും തന്നെ തട്ടിമാറ്റിക്കളയരുത്. ഷാനിഷിന്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും പേടിഎം ഒക്കെ ഈ വീഡിയോയുടെ കൂടെ ഞാൻ വെക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും സഹായിക്കണമെന്ന്, ഒരു 10 രൂപയെങ്കിൽ 10 രൂപ ആ കുടുംബത്തിന് വേണ്ടി, ആ സഹോദരന് വേണ്ടി, ആ ഉമ്മാക്ക് വേണ്ടി നൽകണമെന്ന് ഈ ലോകത്തിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഞാൻ അബ്ദുൽ ഖാദർ അൻവരി, പള്ളിപ്പടി മഹല്ല് ഖത്തീബ്. സാനിഷ് എന്ന ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു നാട് മുഴുവനും ഒന്നിക്കുകയാണ്. നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ, എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ആ ചെറുപ്പക്കാരന് വേണ്ടി ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഒ.ടി. ജെയിംസ് എടക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. നമ്മുടെ നാട്ടിലെ സാനീഷ് തോട്ടേക്കാട്ട് വീട്ടിൽ സാനീഷിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ നാട് ഒരുമിച്ച് പള്ളിപ്പടിയിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. സാനീഷിന്റെ വൃക്ക മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ എല്ലാവരും ചേർന്നിട്ടുള്ളത്. ഏകദേശം 35 ലക്ഷം രൂപയോളം ഇതിന് ചെലവ് വരും. ആ ചെലവിലേക്ക് എല്ലാവരുടെയും ഉദാരമായ സംഭാവനകൾ നൽകണമെന്നാണ് അഭ്യർത്ഥിക്കാൻ. മോഹനൻ, ഞാൻ ഈ പള്ളി നിൽക്കുന്ന ഈ 2ാം വാർഡിന്റെ മെമ്പറും പഞ്ചായത്തിന്റെ ഓപ്പോസിഷൻ ലീഡറുമാണ്. ഈ സാനിഷ് ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമ്മിറ്റി ഫോം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി അവരുടെ കുടുംബങ്ങളുമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം അതിനൊരു 35 ലക്ഷത്തിൽ കൂടുതൽ ചിലവ് വരും. അതിന് പൂർണ്ണമായിട്ടും എല്ലാ വിഭാഗം ആൾക്കാരുടെയും എല്ലാ മേഖലയിലുള്ള ആൾക്കാരുടെയും പൂർണ്ണ സഹായ സഹകരണങ്ങൾ ഇതിലേക്ക് വേണം എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ അസീസ് ഉണിച്ചന്തം, സാനിഷ് തോട്ടക്കാട് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ കൺവീനറാണ്. പ്രിയപ്പെട്ട സാനിഷിന്റെ 2 കിഡ്നിയും വീക്കായിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് മാറ്റിവെക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മാറ്റിവെക്കണമെങ്കിൽ ഒരു 35 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ഉണ്ടാവണമെന്നും ഈ വീഡിയോ പരമാവധി എല്ലാ കഴിവുകളിലേക്കും ഷെയർ ചെയ്യണമെന്നും വിനീതമായി ഉണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ എടക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കബീർ പനോളിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, 37 വയസ്സ് പ്രായമുള്ള സാനിഷ് എന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അഭ്യർത്ഥനയുമായി വന്നിട്ടുള്ളത്.
അതിനുവേണ്ടി ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ചെയർമാനായിക്കൊണ്ട് കലമ്പറമ്പിൽ ലത്തീഫിനെയും കൺവീനറായിക്കൊണ്ട് അസീസ് ഉണിച്ചന്തം നാണിയെയും ട്രഷററായി നിഷാദ് പള്ളിപ്പടിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കമ്മിറ്റി നിങ്ങളുടെ മുന്നിൽ ഈ അഭ്യർത്ഥനയുമായി വന്നിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരനെ രക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പള്ളിപ്പടി വ്യാപാരി വ്യവസായി ഏകോപന സമിതിൻ്റെ പ്രസിഡന്റാണ്. എൻ്റെ പേര് ഫൈസലാണ്. നമ്മുടെ ഈ സനീഷിന് വേണ്ടി ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും തന്നെ ഒരുമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എടക്കര കുടുംബശ്രീ CDS ചെയർപേഴ്സണാണ്. ഇതിനു മുമ്പ് ഇവിടെ സംസാരിച്ച എല്ലാവരും പറഞ്ഞതുപോലെ സനീഷ് എന്ന ഒരു ചെറുപ്പക്കാരൻ 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ വഴിത്തിരിവിൽ ആകെ മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവരും അതിലേക്ക് പങ്കുചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു സഹായമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. എൻ്റെ നാട്ടിൽ 3-ാം വാർഡിൽ താമസിക്കുന്ന ഷാനിഷ് കോട്ടക്കോട് എന്ന യുവ ചെറുപ്പക്കാരന് 37 വയസ്സ്. 2 വൃക്കകളും തകരാറിലായിട്ട് ചികിത്സയിലാണ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 വൃക്കകളും മാറ്റമൊക്കെ ശസ്ത്രക്രിയ എത്രയും പെട്ടെന്ന് ഡോക്ടർമാരെ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാറ്റൊക്കെ അതിന് 35 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. നിങ്ങളെ കഴിയുന്നൊരു സഹായം, നിങ്ങളും അതിലൊരു പങ്കാളികളായിട്ട് ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കുന്നതിലേക്ക് പങ്കാളികളാകുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരു നാട് മുഴുവൻ ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നും നോക്കാതെ സാനിഷ് എന്ന് പറയുന്ന ആ 2 പിഞ്ചു മക്കളുടെ പിതാവിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇവിടെ. ഇത് കാണുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസികളടക്കമുള്ള നന്മയാർന്ന ലോകം ഒരാളും തന്നെ ഈ വീഡിയോ കണ്ട് തട്ടിമാറ്റിക്കളയരുത്. വല്ലാത്തൊരു പ്രതീക്ഷയോടുകൂടി ഈ ലോകത്തിന്റെ മുന്നിലേക്ക് സഹായം ചോദിച്ചു വന്ന ആ കുടുംബത്തിന്റെ സങ്കടം നിങ്ങൾ ആരും കാണാതെയും പോകരുത്. വല്ലാത്തൊരവസ്ഥയാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കാൻ വേണ്ടി ആ പിതാവ് ഇന്ന് വല്ലാത്തൊരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളോട് അപേക്ഷിക്കുകയാണ്. എന്റെ കുട്ടികളോടൊപ്പം എനിക്ക് ജീവിക്കണം, എന്റെ ഭാര്യയോടൊപ്പം എനിക്ക് ജീവിക്കണം, എന്റെ ഉമ്മയോടൊപ്പം എനിക്ക് ജീവിക്കണമെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു 10 രൂപയാണെങ്കിൽ ആ 10 രൂപ നിങ്ങൾ നൽകണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.